ഈ പറയപ്പെട്ട മൗലവിമാരൊക്കെ ആവട്ടെ, കെ എം മൗലവി ആവട്ടെ, വക്കം മൗലവി, അമാനി മൗലവി, അതുപോലെ തന്നെ ഉമർ മൗലവി, മൂസാ മൗലവി, കുഞ്ഞീദ് മദനി, ഇവരൊക്കെ വളരെ കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് സൃഷ്ടികളുടെ കഴിവിനപ്പുറത്ത് എന്നല്ല, മനുഷ്യരുടെ കഴിവിനപ്പുറത്ത് എന്നാണ്. അപ്പോൾ സൃഷ്ടികളുടെ കഴിവിനപ്പുറത്ത് എന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടെ അത് മുഴുവൻ വായിച്ചു നോക്കിയാൽ അവർ ഉദ്ദേശിച്ചത് മനുഷ്യ കഴിവിനപ്പുറത്താണ് എന്ന് മനസ്സിലാവും. നോക്കും, ഉമർ മൗലവിയുടെ ഫാത്തിഹയുടെ വിശദീകരണം എടുത്തു നോക്കൂ. ഇവിടുത്തെ സന്ദേഹ നിവാരണത്തിന് വേറെയൊരു മാർഗമുണ്ട്. മനുഷ്യൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങളും കഴിവിൽപ്പെടാത്ത കാര്യങ്ങളും ഉണ്ടല്ലോ. അതായത് മനുഷ്യൻ പരസ്പരം സഹായിക്കാമെന്ന് വിചാരിച്ചാൽ നിറവേറാത്ത കാര്യങ്ങളിൽ സഹായാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ, വേറെ ആരോടും പാടില്ല. എന്താ പറഞ്ഞത്? മനുഷ്യർ പരസ്പരം സഹായിക്കാമെന്നു വിചാരിച്ചാൽ നിറവേറാത്ത കാര്യങ്ങളിൽ. എന്നിട്ട് അവസാനത്തിൽ രോഗശമനത്തിന് മരുന്ന് കഴിക്കൽ മുതലായ കാര്യങ്ങൾ പരസ്പരമുള്ള സഹായത്താൽ നിറവേറും. എന്നാൽ രോഗം ശമിപ്പിക്കാനായി പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ ആകാവൂ, നേർച്ചക്കാരോടും മറ്റും പാടില്ല. അപ്പോൾ ചികിത്സയെ സംബന്ധിച്ച് ഡോക്ടറോടും ആശുപത്രി നടത്തുന്നവരോടും അവരുടെ കഴിവിൽപ്പെട്ട വിഷയങ്ങളിൽ സഹായം തേടുന്നതിൽ വിരോധമില്ല. മനുഷ്യൻ്റെ കഴിവിൻ്റെ മേഖലക്കപ്പുറത്ത് സഹായം തേടൽ, പ്രാർത്ഥിക്കൽ അള്ളാഹുവിനോട് മാത്രമേ ആകാവൂ, മറ്റാരോടും പാടില്ല. ഇത് വളരെ കൃത്യമായി നമ്മളുടെ മുൻകാല പണ്ഡിതന്മാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും സമൂഹത്തെ ഷിർക്കിലേക്കും കുഫറിലേക്കും കൊണ്ടുപോകുന്നതിന് എന്ത് ചെയ്യും? ഫൈസൽ മുസ്ലിയാരും ടീമും സമൂഹത്തെ പഠിപ്പിക്കുന്നത് എന്താ? മനുഷ്യ കഴിവിനപ്പുറത്ത് എന്നല്ല, സൃഷ്ടികളുടെ കഴിവിനപ്പുറത്ത് എന്നാണ് മുജാഹിദ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് വസ്തുതയ്ക്ക് വിരുദ്ധമാണ്. ഫൈസൽ മുസ്ലിയാർ സൗകര്യപൂർവ്വം അതിനെ കോട്ടിമാട്ടുകയാണ് ചെയ്യുന്നത്. ആ ഭാഗങ്ങൾ മുഴുവൻ വായിച്ചാൽ കാര്യം മനസ്സിലാകും. ഇനി എടുത്തു നോക്കൂ നിങ്ങൾ, ജിന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വായിബാണ് എന്നതാണ്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തെ പഠിപ്പിച്ചത്. കഴിഞ്ഞ സംസാരത്തിൽ വൈബ് എന്താണ് എന്ന് നമ്മൾ വിശദീകരിച്ചിരുന്നു. ജിന്ന് വൈബാണ് എന്നതിന് അമാനി മൗലവിയുടെ ധാരാളം ഉദ്ധരണികൾ, അതുപോലെ തന്നെ തർജുമാനിൽ ഖുർആനിൽ നിന്ന് ഉമർ മൗലവിയുടെ, ഞാൻ അങ്ങനെ തന്നെ പറയാം, ഉമർ മൗലവിയുടെ തർജുമാനിൽ ഖുർആനിൽ നിന്നും ധാരാളം ഉദ്ധരണികൾ എന്ത് ചെയ്തിരുന്നു? നമ്മൾ ഉദ്ധരിച്ചിരുന്നു. അപ്പോൾ ആ കാര്യം ഇപ്പോൾ ഫൈസൽ മുസ്ലിയാരും പറയുകയാണ്, ജിന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം വായിബാണ്. ഒന്ന് കേട്ടു നോക്ക്. ജിന്ന് നമ്മെ സംബന്ധിച്ച വായിബാണ്, ഒരു സംശയവുമില്ല. അലിമദനി ഇവിടെ പറഞ്ഞല്ലോ, ഫൈസൽ മുസ്ലിയാർ കോഴിച്ചെടി വ്യവസ്ഥ പറഞ്ഞു, മനുഷ്യനെ സംബന്ധിച്ച് അത് അഭൗതികമായ ജിന്ന് അതന്നെ പറഞ്ഞത് വായിബാണ്. മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമാണ്, നമ്മൾ കാണുന്നില്ല, നമ്മൾ അറിയുന്നില്ല, നമ്മൾ ഇടപെടാൻ പറ്റുന്നില്ല, ഒരു സംശയവുമില്ല. സംശയം വേണ്ട, അതന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചത്. ജിന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വായിബാണ് എന്ന്. ഇത് സമൂഹത്തോട് തുറന്ന് പറയും. അപ്പോൾ വായിബാണ് എന്ന് പറയുമ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തുള്ള ആളെ മാതിരിയാണ് എന്നല്ല, ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തുള്ള ആളായിക്കൂടെ പോയി നോക്കിയാൽ കാണാൻ പറ്റും, ജിന്നിനെ കാണാൻ പറ്റൂല. ജിന്നിനെ കുറിച്ച് അറിയണമെങ്കിൽ വഹ്യ് വേണം. അതുകൊണ്ടാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഖുർആൻ കേൾക്കാൻ ജിന്നുകൾ വന്നു. ആ വിവരം നബിക്ക് എങ്ങനെ അള്ളാഹ് കൊടുക്കുന്നത്? എനിക്ക് വഹ്യ് ലഭിച്ചിട്ടുണ്ട് എന്നാണ്. സൂറത്തു ജിന്നിന്റെ 1-ാമത്തെ വചനം വായിച്ചു നോക്ക്. കുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന്. എനിക്ക് വഹ്യ് കിട്ടിയിട്ടുണ്ട്. വഹ്യിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ജിന്നിനെ കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഹാദിറാണോ എന്ന് അറിയണമെങ്കിൽ വഹ്യ് വേണം, ഖാദിറാണോ എന്നറിയണമെങ്കിൽ വഹ്യ് വേണം. അതല്ലാതെ കമ്മട്ടനുസരിച്ച് അതിനെക്കുറിച്ച് അറിയാൻ പറ്റൂല. ആ രീതിയിൽ പൂർണ്ണമായി നമ്മെ സംബന്ധിച്ചിടത്തോളം വൈബാണ്. ശരി, എങ്കിൽ ആ വായിബായ ജിന്നിനോട് തേടുന്നത് ഷിർക്കാണ്. ആ വായിബായ ജിന്നിനോട് തേടുന്നത് ഷിർക്കാണ്. പറയട്ടെ, ഫൈസൽ മുസ്ലിയാർ തന്നെ പറയട്ടെ. വായിബിനോട് തേടിയാൽ അത് ഷിർക്കാണ്. അപ്പൊ ജിന്ന് വായിബല്ലേ, അപ്പൊ ഷിർക്കാകണ്ടേ? അതെ, ജിന്ന് വായിബായാൽ വായിബായ ഷിർക്ക് തന്നെയാണ്. എന്താ സംശയം? അപ്പൊ സംശയമില്ല, വായിബായ ജിന്നിനോട് തേടിയാൽ ഷിർക്കാണ്. എന്നാൽ ഫൈസൽ മുസ്ലിയാർ നിങ്ങൾ പറയേണ്ടത്, ജിന്ന് വായിബല്ലാത്ത അവസ്ഥ ഏതാള്? വായിബായ ജിന്നിനോട് തേടിയാൽ ഷിർക്കാണല്ലോ. ശരി, നിങ്ങൾ വഴിക്ക് വരുന്നുണ്ട്. പക്ഷെ ഇനി പറഞ്ഞേരി, ഈ ജിന്നിനോട് തേടാമെന്ന് പറഞ്ഞാൽ ജിന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വായിബല്ലാത്ത ഒരവസ്ഥ പറഞ്ഞു തരണം.
അഥവാ ജിന്നിനെ കുറിച്ച് നമ്മളുടെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ എവിടെയെങ്കിലുമൊക്കെ കണ്ടെത്താൻ പറ്റിയതുണ്ടോ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബുദ്ധി കൊണ്ടോ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ മറ്റുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ജിന്നിനെ മനസ്സിലാക്കാൻ പറ്റുമോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ജിന്നിന് മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ എപ്പോഴാണ് ഒരു സന്ദർഭം പറഞ്ഞുതരും, ഓയ്ബല്ലാത്തൊരു സന്ദർഭം. ജിന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും ഓയ്ബാണ്. ആ ഓയ്ബായ ജിന്നിനോടുള്ള സഹായത്തേട്ടം ശിർക്കാണ്. അത് പഠിപ്പിച്ചു കൊടുക്കി വിസ്ഡം ടീമിന്. നിങ്ങൾ അന്ധവിശ്വാസമൊക്കെ മാറും. ഇനി നോക്ക്, മുസ്ലിയാർ പറയുന്നത് എന്താണ്? എന്നാൽ ഹാലിറായി വന്നാൽ അത് ഹറാമാണ്. ശ്രദ്ധിക്കണം, ഓയ്ബായ ജിന്നിനോട് തേടിയാൽ അത് ശിർക്കാണ്. ജിന്ന് ഹാലിറായി വന്നാൽ ആ തേട്ടം ഹറാമാണ്. ഒന്ന് കേട്ടു നോക്കൂ, പ്രാർത്ഥനയല്ല. ഹാജരായി വന്നാലാണ് പറഞ്ഞത്. അതാണ് പി എൻ അബ്ദുൽ കൊടുത്ത കത്തിലുള്ളത്. ഹയ്യും ഹാജറും കാതിറുമായവനോട് കുതിർത്തിൽപ്പെട്ട കാര്യം ചോദിച്ചാലോ അതും ഹറാമാണ്. അത് പ്രാർത്ഥനയല്ല, പക്ഷെ ഹറാമാണ്. ഹയ്യനോടാണ് ഹാജറിനോടാണ് കഴിയുന്ന കാര്യമാണ് എങ്കിൽ പ്രാർത്ഥനയല്ല. അപ്പൊ നോക്ക്, നിങ്ങൾ ഹയ്യനോടാണ് ഹാലിറിനോടാണ് കാതിറിനോടാണ് എങ്കിൽ അത് പ്രാർത്ഥനയല്ല എന്ന്. അത് പറയുന്നാൽ എപ്പോഴാണ് ജിന്ന് ഹാലിറായി വരിക? വായിബല്ലാത്ത അവസ്ഥ. ഇവിടെ നിങ്ങൾ പഠിക്കണം. എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയോ? ഈ സമസ്തക്കാർ പലപ്പോഴും അമ്പിയാക്കളോടോ ഔലിയാക്കളോടൊക്കെ തേടുന്നതിനെക്കുറിച്ച് ശിർക്കാണ് എന്ന് നമ്മൾ പറയുമ്പം അവർ പറയാറുണ്ട്, ദൈവമാണെന്ന് വിശ്വസിച്ചോ, ദൈവപുത്രനാണ് എന്ന് വിശ്വസിച്ചോ, ദൈവാവതാരമാണെന്ന് വിശ്വസിച്ചോ തേടിയാൽ എന്ത് ചെയ്യുള്ളൂ? ശിർക്കാവുള്ളൂ എന്ന്. ഒരിക്കൽ വാദപ്രതിവാദ വ്യവസ്ഥ നടക്കുമ്പം ഒരു 5 മണിയായിട്ടുണ്ട്. പുത്തുപാത്ത പുതിയാപ്പളുണ്ട്, ഇത് എഴുതാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മളെ സുല്ലമി ഉണ്ടായിരുന്നു അതിൽ, അബ്ദുള്ള സുല്ലമി. അങ്ങനെ 5 മണിയായിട്ട് ഒരു വെള്ളം കിട്ടണില്ല. ഒരു പീഡിയാൻ്റെ ഉള്ളിലാണ്, ഒരു വെള്ളമില്ല. അപ്പോൾ ഒരു കട്ടൻ ചായ ഇല്ലയെന്ന് ചോദിച്ചു ഈ മുസ്ലിയാർ. കട്ടൻ ചായ ഇല്ലയെന്ന് ചോദിച്ചപ്പോൾ ആരോ പച്ചവെള്ളം കൊടുന്നു കൊടുത്തു. അപ്പോൾ പച്ചവെള്ളം കൊടുന്നു കൊടുത്തപ്പോൾ മുസ്ലിയാർ പറഞ്ഞു, ഇത് പച്ചവെള്ളമാണല്ലോ, കട്ടൻ ചായ അല്ലോ ചോദിച്ചേ. അപ്പോൾ അബ്ദുള്ള സുല്ലമി പറഞ്ഞു, കട്ടൻ ചായയാണ് എന്ന് വിശ്വസിച്ച് കുടിച്ചാളി മുസ്ലിയാരെയാണ്. അതോടുകൂടി എന്ത് ചെയ്തു? വാദപ്രതിവാദ വ്യവസ്ഥ അവിടെ പൊളിഞ്ഞു, ഒച്ചപ്പാടായി കണ്ട്. മനസ്സിലായില്ലേ? അമ്പിയാക്കളോടും ഔലിയാക്കളോടും തേടുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇവരെന്താ പറയാറുള്ളത് നമ്മളോട്? അത് ശിർക്കാവേണമെങ്കിൽ എന്ത് വേണം? ദൈവപുത്രനാണോ ദൈവ അവതാരമാണെന്നോ ആ രീതിയിൽ വിശ്വസിച്ച് വിളിച്ചാൽ എന്ത് ചെയ്യുള്ളൂ? ശിർക്കാവുള്ളൂ എന്നാ. അതിന് പകരം ഇവിടെ വിസ്ഡം ടീം ഫൈസൽ മുസ്ലിയാർ കേട്ടോ, വേറെയുള്ളവർക്ക് അതിൽ പങ്കുണ്ടോയെന്ന് എനിക്കറിയില്ല. ഫൈസൽ മുസ്ലിയാർ കണ്ടെത്തിയ വാദാണ്, വായിബായ ജിന്നിനോട് തേടിയാലേ ഷിർക്കാകുള്ളൂ, ഹാലിറായ ജിന്നിനോട് തേടിയാൽ എന്ത് ചെയ്യൂല? ഷിർക്കാവൂല, അത് ഹറാമാണ്. ഏതുപോലെ? വായിബായ ജിന്നിനോട് തേടിയാൽ ഷിർക്ക്. ഏതുപോലെ? ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ദൈവാവതാരമാണെന്നോ വിശ്വസിച്ച് വിളിച്ചാൽ ഷിർക്ക്. എന്നാലോ അതൊന്നും വിശ്വസിക്കാതെ വിളിച്ചാൽ എന്തല്ല? ഷിർക്കല്ല. അതിന് പകരം ഫൈസൽ മുസ്ലിയാർ കണ്ടെത്തി എന്താ? ഹാലിറായ ജിന്നിനോട് ചോദിച്ചാൽ അത് ഷിർക്കല്ല, അത് ഹറാമേ ആകുള്ളൂ. ഇതിൻ്റെ മാനദണ്ഡം എന്താ മുസ്ലിയാരെ? ആയത്ത് പറയണം, സ്ഥിരപ്പെട്ട ഹദീസ് പറയണം. നിങ്ങൾ വെറുതെ സമൂഹത്തെ ഷിർക്കിലേക്കും കുഫ്രിലേക്കും കൊണ്ടുപോയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇത്ര PN കത്ത് കൊടുത്തത്, ഹാലിറും ഹയ്യും ഖാദിറുമായ ജിന്നിനോട് സഹായം തേടിയാൽ ഷിർക്കല്ല. ഞങ്ങൾ പറയുന്നു, മുജാഹിദുകൾ പറയുന്നു, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്ന് ഏതു സമയത്തും ഓയിബാണ്. ആ ജിന്നിനോടുള്ള സഹായത്തേട്ടം ഏതു സമയത്താണെങ്കിലും അത് ഷിർക്കു തന്നെയാണ്, യാതൊരു സംശയമില്ല. സൂറത്ത് ഫാത്തിറിലെ 13-14 വചനങ്ങൾ വിശദീകരിക്കുന്നിടത്ത് ഇമാം ഖുർത്തുബി തൻ്റെ തഫ്സീറിൽ ആ കാര്യം കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ എന്ന ആയത്ത് വിശദീകരിക്കുന്നിടത്ത് അതിൽ ജിന്ന് പെടും, മലക്ക് പെടും, ഉസൈർ അലൈഹിസ്സലാം പെടും, ഈസാ അലൈഹിസ്സലാം പെടും, അമ്പിയാക്കൾ പെടും, ഔലിയാക്കൾ പെടും എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മുജാഹിദുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതാണ്. അപ്പം ഇനി മനുഷ്യന് വിളിച്ചു തേടാൻ പറ്റിയ വായിബല്ലാത്ത ഏതൊരു സന്ദർഭമാണ് ജിന്നുകൾക്കുള്ളത്? ഹാലിറാണെങ്കിൽ. ഹാലിറാണെന്ന് അറിയാൻ എന്താണ് മാർഗം? മുസ്ലിയാരെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം. മുസ്ലിയാർ ചില കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി മലിക്കിൻ്റെ പ്രസംഗം ഒന്ന് കേൾക്കുക. നമ്മൾ എടത്തനാട്ടുകരയിൽ മലിക്ക് പ്രസംഗിച്ചാണ് എന്താണ് പ്രാർത്ഥന, എപ്പോഴാണ് പ്രാർത്ഥനയാവുന്നത്, എന്താണ് ആരാധന. ഒരു മനുഷ്യൻ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകാൻ വേണ്ടി ഒരു ഡ്രൈവറെ വിളിച്ചു.
ആ ഡ്രൈവറോട് സഹായം തേടി അയാളോട് ആവശ്യപ്പെട്ടു, എന്നെ ഇന്ന സ്ഥലത്തേക്കൊന്ന് എത്തിക്കണം. ഉദാഹരണമായി വയനാട്ടിലേക്കാണ് സങ്കല്പിച്ചോളൂ. അങ്ങനെ അയാൾ വയനാട്ടിലേക്ക് യാത്ര പോകുന്നു. ആ തൻ്റെ യാത്രക്ക് ഒരു സഹായകമായി ആ മനുഷ്യനോട് അയാൾ ആവശ്യപ്പെടുന്നത് പ്രാർത്ഥനയല്ല. ആ മനുഷ്യനോട് പ്രാർത്ഥിച്ചു എന്നാരും പറയാറില്ല. അതേ സമയത്ത് ആ യാത്രയിൽ ഡ്രൈവറുടെ കയ്യിൽ നിന്ന് വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടമായാൽ ആ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സഹായാർത്ഥനയുണ്ട്. അതിനാണ് നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാകുമ്പോൾ അള്ളാഹുവിനുള്ള ആരാധനയായി, അത് അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകുമ്പോൾ അത് അവർക്കുള്ള ആരാധനയായി, ശിർക്കായി മാറി. എപ്പോഴാണ് പ്രാർത്ഥന അല്ലെ ആ സഹായത്തേട്ടം ശിർക്കാവുന്നത്? വണ്ടിയുടെ നിയന്ത്രണം വിട്ടു, ഇനി ഡ്രൈവറോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, അള്ളാഹിനോട് ചോദിക്കണം. അത് അള്ളാഹ്ക്കായാൽ അള്ളാഹ്ക്കുള്ള ആരാധനയും പ്രാർത്ഥനയുമാണ്. അള്ളാഹു അല്ലാത്തവരിലേക്കായാൽ അവർക്കുള്ള ആരാധനയും അതോടൊപ്പം തന്നെ അത് ഷിർക്കുമാണ് എന്ന്. ശരി, ഫൈസൽ മുസ്ലിയാരെ അല്ലെങ്കിൽ മാലിക് സലഫി പറയും, ഇവിടെ ഹാലിറായ ജിന്നുണ്ട് എന്നൊരാൾ വിചാരിച്ചിട്ട് ആ ജിന്നിനോട് രക്ഷിക്കണേ എന്ന് തേടിയാൽ എന്താണ് അതിൻ്റെ ഹുക്കുമ്? നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ജനങ്ങൾക്ക്. വണ്ടിൻ്റെ നിയന്ത്രണം വിട്ടു, ബ്രേക്ക് പോയി, എല്ലാം നഷ്ടപ്പെട്ടു. ഇനി അവിടെ രക്ഷപ്പെടുത്താൻ അള്ളാഹു അല്ലാത്ത ഒരാളുമില്ല. ആ റബ്ബിനോടാണ് മുജാഹിദുകൾ തേടുക, വിശ്വാസി തേടുക. ശരി, നിങ്ങളുടെ വാദപ്രകാരം അവിടെ ഹാലിറായ ജിന്നുണ്ട് എന്ന് വിചാരിച്ച് തേടിയാൽ അത് ശിർക്കാവൂല, ഹറാമേ ആവുള്ളൂ. ഞങ്ങൾ പറയുന്നു അത് ശിർക്കാണ്, പക്കാ ശിർക്ക്, 916 ശിർക്ക്. അതാ മക്കാ മുശ്രിക്ക് അവസ്ഥ അതായിരുന്നു അല്ലെ. കടലിൽ കാറ്റും കോളും വന്നു. കാറ്റും കോളും വന്നാൽ അവർ അള്ളാനെ വിളിക്കും, കരയിലെത്തിയാലോ ഒരു പാട് മാറും. അപ്പം ഇക്രിമ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാറ്റും കോളും വന്നു. കാറ്റും കോളും വന്നപ്പോൾ അള്ളാനെ വിളിച്ചു. അള്ളാനെ വിളിച്ചപ്പോഴിൽ ആത്തനിയും ഉസനിയൊക്കെ വിളിച്ചൂടെ? ചോദ്യം, കപ്പിത്താൻ പറഞ്ഞു ഇത് കടലാ മനെ, അതൊക്കെ കരയില്. അപ്പം ഇക്രിമ ചിന്തിച്ചു, കടലിൽ രക്ഷപ്പെടുത്താൻ അള്ളാഹ്ക്കേ കഴിയുള്ളൂ എങ്കിൽ എല്ലാ കർബിൽ നിന്നും, മിൻകുല്ലി കർബിൻ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താൻ അള്ളാഹ്ക്കേ കഴിയൂ. ഇക്രിം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ശരി, ഈ വയനാട് ചുരത്തിൽ വണ്ടിൻ്റെ നിയന്ത്രണം വിട്ടാൽ അള്ളാഹിനോട് തേടണമെന്നാ മുജാഹിദുകൾ പഠിപ്പിക്കുന്നത്. അവിടെ വായിബായ ജിന്നിനോട് തേടിയ ശിർക്കാണ്. അവിടെ ഒരു ജിന്ന് ഹാലിറാണ് എന്നൊരാൾ വിശ്വസിച്ച് ആ സമയത്ത് ആ ജിന്നിനോട് തേടിയാൽ അതിൻ്റെ ഹുക്മെന്താ? ഞങ്ങൾ പറയുന്നു അത് ശിർക്കാണ്. നിങ്ങൾ പറയും അത് ഹറാമാണോ അല്ലേ എന്നുള്ളത്, ഷിർക്കാണോ അല്ലേ എന്നുള്ളത്? ഷിർക്കാണത്. അതാണ് ഇസ്ലാമിൻ്റെ ഹുക്മ്. അതാണ് പ്രവാചകൻ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അപ്പോൾ ഗായിബ് എന്ന് വിശ്വസിച്ച് തേടിയാലേ ഷിർക്കാകുള്ളൂ, ഹാലിർ എന്ന് വിശ്വസിച്ച് തേടിയാൽ ഷിർക്കല്ല എന്നത് സമസ്തക്കാരുടെ നേരത്തെ പറഞ്ഞ വാദത്തിൻ്റെ ഒരു മറുവശമാണ്. ഒന്ന് ചാപ്പയാണ്, മറ്റത് കുയിലാണ്. അത്രേ വ്യത്യാസമുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഫൈസൽ മുസ്ലിയാരെങ്കിലും വിഷ്ണങ്കാർ മുഴുവൻ ഈ അന്ധവിശ്വാസത്തിലുണ്ട് എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഈ മുസ്ലിയാർ നിങ്ങളെ കൊണ്ടുപോകുന്നത് അങ്ങോട്ടാണ്. അത് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി എങ്ങനെ ഹാലിറാണെന്ന് തിരിച്ചറിയാം? ശബ്ദം കൊണ്ടാണ് അത്ര തിരിച്ചറിയാം, ചലനം കൊണ്ടാണ് തിരിച്ചറിയാന്ന്. അപ്പോൾ അത് ജിന്നിൻ്റെ ശബ്ദമാണെന്ന് തിരിച്ചറിയാൻ എന്താ മാർഗം? ജിന്നിൻ്റെ ചലനാണെന്ന് തിരിച്ചറിയാൻ മാർഗം എന്താണ്? മാത്രമല്ല ഇവിടെ ഇയാൾ കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. അതുകൊണ്ട് ഈ ജിന്നുബാധിയും പിശാച്ചുബാധി എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. കള്ളിപൊളിയാണ്. ജിന്നുബാധിയും പിശാച്ചുബാധി എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. അതുപോലെ സിഹിർ ബാധയും മാരണം ബാധിച്ചു എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് KM മൗലവി ഫത്വയിലൊക്കെ എഴുതിയത്, സിഹിർ ബാധിച്ചു എന്ന് വിചാരിക്കപ്പെടുന്ന സമയത്ത് കുറച്ച് നന്നായിട്ടുണ്ട്. ഒന്ന് കേട്ടോ കേട്ടെ. അപ്പോഴാ പിന്നെ എങ്ങനെ ഹാലിർ അറിയാം? ശബ്ദം കൊണ്ടറിയാം, ചലനം കൊണ്ടറിയാം, അത്തരം ചില സാഹചര്യം കൊണ്ടറിയാം. ഉറപ്പിക്കാൻ വഴിയുണ്ടോ? കഴിയില്ല, ഉറപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ജിന്നുബാധ, പിശാചുബാധ, സിഹിർ ഇതൊക്കെ ഉറപ്പിക്കാൻ മാർഗമില്ല വിചാരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ എന്ന് KM മൗലവി എഴുതിയത്. ഇതൊന്നും ആർക്കും തർക്കമില്ല. ഈ സമൂഹത്തെ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോണ് ഉറപ്പിക്കാൻ മാർഗമില്ലാത്ത കൂട്ടത്തിലാണ്, ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഫൈസൽ മുസ്ലിയാരെ നിങ്ങളിതുവരെ ചെയ്തതൊക്കെ ബാത്തിലായില്ലേ? നിങ്ങളിതുവരെ പറഞ്ഞ എന്താ? ഇബ്നു തൈമിയൻ്റെ രൂപത്തിൽ മാറി വന്നു ഇബ്നു തൈമിയ പറഞ്ഞു എന്നാണ്.
ഹജ്ജിന് കൊണ്ടുപോകും അല്ലേ? ഹജ്ജിന് കൊണ്ടുപോയ അറഫയിൽ കൊണ്ടുപോകില്ല അത്ര. ഹജ്ജിന് അവിടെ എത്തിയാൽ പിന്നെ അറഫയ്ക്ക് പോകാൻ ജിന്നിൻ്റെ സഹായം വേണ്ടി വരുവാൻ ഒറ്റയ്ക്ക് അറഫയിൽ പോകില്ലേ? ആലോചിച്ച് നോക്കിയാട്ടെ, പൊട്ടത്തര അന്ധവിശ്വാസം പറയുമ്പോൾ മൊട്ടയടിച്ചും രാത്രി വന്നിട്ട് ഓപ്പറേഷൻ നടത്തും. അപ്പം ഇതൊന്നും ഉറപ്പിക്കാൻ മാർഗമില്ലല്ലേ? നബിക്ക് സിഹ്റു ഫലിച്ചു എന്ന് നിങ്ങൾ ഈ പറഞ്ഞെടുക്കണ ഉറപ്പിക്കാൻ മാർഗമില്ലേ? ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ പറയുന്നത്? സൂറത്തു ഹജ്ജിലെ 8-ാമത്തെ വചനം, വമിനന്നാസ് മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ. സൂറത്തു ഹജ്ജിലെ 8-ാമത്തെ വചനം. മുസ്ലിയാർ വിശദീകരിക്കണം. ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് അള്ളാന്റെ കാര്യത്തിൽ തർക്കിക്കുന്നവർ. ബിഗൈരി ഇൽമിൻ, ഇൽമില്ല, ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ, ലന്നിന്റെ അടിസ്ഥാനത്തിൽ, കൃത്യമായ ഇൽമില്ലാതെ, വലാ ഹുദൻ, മാർഗദർശനമില്ലാതെ, വലാ കിതാബിൻ മുനീർ, കിതാബിന്റെ പിന്തുണയില്ലാതെ വെറുതെ തർക്കിക്കുന്നവർ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതിന്റെ വിശദീകരണം കേട്ടോ. ബില അഖ്ലിൻ സ്വഹീഹിം, ശരിയായ ബുദ്ധി കൊടുക്കാതെ, വലാ നഖ്ലിൻ സ്വഹീഹിം ശരീഹിൻ, വ്യക്തമായ ശരിയായ പ്രമാണമില്ലാതെ, ബൽ ബി മുജറദി റഅയി വൽ ഹവാ, സ്വന്തം തന്നിഷ്ടത്തിൻ്റെയും സ്വന്തം താല്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ. അതാ ഫൈസൽ മുസ്ലിയാർ ചെയ്യുന്നത്. ഇപ്പം അയാൾ തുറന്നു പറഞ്ഞല്ലോ, ഇതൊന്നും ഉറപ്പിക്കാൻ മാർഗമില്ല. ഉറപ്പിക്കാൻ മാർഗമില്ലാത്ത ഈ അന്ധവിശ്വാസങ്ങൾ ജനസമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് അവരുടെ സമാധാനം കെടുത്തേണമോ എന്നാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ വിസ്ഡം ടീം ആലോചിക്കേണ്ടത്. നിങ്ങൾ എന്തിനാണ് ഈ കാശൊക്കെ മുടക്കണേ? നോക്കൂ, നിങ്ങൾ ഇത്തരത്തിലാണ് നിങ്ങൾ കുട്ടികൾക്ക് ഇൽമ നൽകുന്നത് എങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? അപ്പം ഇത് കൃത്യമായി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി സിഹിറിൻ്റെ വിഷയം എടുത്തു നോക്കും നിങ്ങൾ. സിഹിറിൻ്റെ വിഷയം ഉറപ്പിക്കാൻ മാർഗമില്ല എന്നാണല്ലോ പറഞ്ഞത്. നബിക്ക് സിഹിർ ബാധിച്ചു എന്ന്. നമ്മൾ ഇവിടെ ചോദിച്ചത് പ്രവാചകനു മാരണം ബാധിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ട്, ബുഖാരിയിലൊക്കെ ഉള്ള റിപ്പോർട്ടുണ്ടല്ലോ. ആ റിപ്പോർട്ട് അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ ഖുർആൻ വിവരണത്തിലോ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ കൊടുത്തണോ എന്നാ ചോദിച്ചത്. അതിന് മാലിക് സലഫി അമാനി മൗലവിൻ്റെ കുറേ ഭാഗങ്ങൾ വായിച്ചു. 1-ാമത്തെ തെളിവ്, 2-ാമത്തെ തെളിവ്, 3-ാമത്തെ തെളിവ്. ആ തെളിവല്ല നമ്മൾ ചോദിച്ചത്. ചോദ്യം, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാരണം ബാധിച്ചു എന്ന് പറയാൻ എടുക്കുന്ന റിപ്പോർട്ടുണ്ടല്ലോ, ആ റിപ്പോർട്ട് അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ ഖുർആൻ വിവരണത്തിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടോ സമൂഹത്തെ? എന്തേ പഠിപ്പിക്കാതിരുന്നത്? മറ്റൊന്നുമല്ല, അത് അന്ധവിശ്വാസമാണ്, സമൂഹത്തിൽ പഠിപ്പിക്കാൻ പാടില്ലാത്തതാണ്, മാറ്റിവെക്കേണ്ടതാണ് എന്നതുകൊണ്ട് തന്നെ. കാരണം ഫൈസൽ മുസ്ലിയാർ നിങ്ങൾ പറഞ്ഞ മാതിരി ഓരോ ഉറപ്പുമില്ല അതിന്. വെറുതെ ദേഹച്ചക്കനുസരിച്ച് അങ്ങനെ പറഞ്ഞ ഓരോ ഉറപ്പുമില്ല, ഉറപ്പിക്കാൻ ഒരു മാർഗമില്ല. അതുകൊണ്ട് ഇനി മേലാൽ പറയരുത്. മാലിക് സലഫിനോട് നമ്മളൊന്ന് പറയാം, മാലിക് സലഫി മേലാൽ ഇനി പരപ്പനങ്ങാടിയിൽ വന്ന് പറയരുത്. തിരിച്ചു പറയാണ്, ഈ ഉറപ്പിക്കാൻ സാധ്യതയില്ലാത്തത്, പ്രമാണമില്ലാത്തത് നിങ്ങൾ ജനങ്ങളോട് ഇനി മേലാൽ പറയരുത്. അവരെ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകരുത്. ഇനി മാലിക് വായിച്ച ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. ആ 102-ാമത്തെ ആയത്തിൽ ചുരുക്കത്തിൽ മന്ത്രതന്ത്രങ്ങൾ, ജപഹോമാദികൾ, ഉറുക്കുനറുക്കുകൾ, അക്കക്കളങ്ങൾ, രക്ഷാതകിടുകൾ, കയ്യൊതുക്കം, മെസ്മരിസം, ഹിപ്നോട്ടിസം, മയക്കുവിദ്യകൾ ആദിയായവയെല്ലാം സിഹിറിൻ്റെ ഇനങ്ങളത്ര. ഇസ്മിൻ്റെ പണി, തൽസമാത്ത് മുതലായ പേരുകൾ അറിയപ്പെടുന്ന വിദ്യകളും അങ്ങനെ തന്നെ. മിക്കതിലും ഭൂതൻ, ജിന്ന്, മലക്ക്, ദേവൻ, ദേവി, പിശാച്ച്, മരണമടഞ്ഞവർ. കണ്ടോ, മരണമടഞ്ഞവരോട് വരെ സഹായത്തേട്ടുണ്ട് തീരെ. എന്നിട്ട് ഇവരാണ് ഇതിനൊക്കെ ഈ മരണമടഞ്ഞവർ സഹായിക്കുന്ന അറിഞ്ഞെടുക്കണേ. ഇത് പറഞ്ഞിട്ട് അമാനി മൗലവി അവസാനിപ്പിക്കുകയാണ് ആ പാരഗ്രാഫ്. മിക്കവാറും ഇനങ്ങൾ യാഥാർത്ഥ്യമില്ലാത്തതും തനി പകിട്ടും മായയുമായിരിക്കും. ചിലതാകട്ടെ മാനസികമായ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതും അതുവഴി ചില അനുഭവങ്ങൾ പ്രകടമാകുന്നതുമായിരിക്കും. അതിലേതാപ്പം മാനസികമായ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുക? മെസ്മരിസം, ഹിപ്നോട്ടിസം, കയ്യൊതുക്കം. ഇതല്ലാത്ത അമാനി മൗലവി എടുത്തു പറഞ്ഞതിൽ ഏതിനാണ് മാനസികമായിട്ട് എന്തെങ്കിലും തോന്നലുകളോ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുക? അതുകൊണ്ടാണ് നമ്മൾ അമാനി മൗലവി
സൂറത്തു ഫലക്കിൻ്റെ വിശദീകരണത്തിൽ അദ്ദേഹം ചില തോന്നലൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞ സിഹിർ ഏതാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതൊന്ന് വായിക്കണം മാലിക് സലഫി. ഇതാണ് മൂസ അലൈഹിസ്സലാം നബിയുടെ കഥയിൽ ഖുർആൻ വിവരിച്ച സിഹിർ. സിഹിറുകാരുടെ കയറുകളും വടികളും അവരുടെ സിഹിർ നിമിത്തം ഓടുന്നതായി അദ്ദേഹത്തിന് തോന്നിക്കപ്പെട്ടിരുന്നുവെന്നും അതിനാൽ അദ്ദേഹത്തിന് മനസ്സിൽ ഭയം തോന്നിയിരുന്നുവെന്നും ഭയപ്പെടേണ്ടതില്ല, താൻ തന്നെയാണ് ഉന്നതനെന്ന് അള്ളാഹു പറഞ്ഞുവെന്നും സൂറത്തു ത്വാഹയിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. ഇതാണ് അമാനി മൗലവി ചില തോന്നലൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ സിഹിർ ഏതാ? മൂസ അലൈഹിസ്സലാമയുടെ ചരിത്രത്തിൽ വിശദീകരിച്ചിട്ടുള്ള സിഹിറാണ്. അതല്ലാതെ നിങ്ങൾ പറയുന്ന സിഹിറല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുക. സമയം വളരെ പരിമിതമാണല്ലോ. ഇനി അത് ഇയാൾ നടത്തിയിട്ടുള്ള മറ്റൊരു തട്ടിപ്പുണ്ട് കട്ടുകേൾവിയുമായി ബന്ധപ്പെട്ടിട്ട്. ആ കട്ടുകേൾവിയുമായി ബന്ധപ്പെട്ട അയാളുടെ പ്രസംഗം ഒന്ന് കേട്ടു. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, അപ്പൊ ചില കേൾവികൾ നിലനിൽക്കുന്നുണ്ട്. അതാ ജ്യോത്സ്യന്മാർക്ക് ലഭിക്കുന്നത്, അതാ സിദ്ധന്മാർക്ക് ലഭിക്കുന്നത്. അതാണ് ഇവിടെ പലരും കറാമത്ത് കഥ എന്ന പേരിൽ കൊണ്ടുവരുന്നത്. ശൈഖനെ കണ്ടു, മറ്റാളെ കണ്ടു, ഇവരെ കണ്ടു, അവര് വന്നു, ഇവര് വന്നു, അവര് പറഞ്ഞു എന്നൊക്കെ പറയുന്നത് അത്തരം പൈശാചികമായ സഹായങ്ങളാണ് എന്നാണ് ഈ ആയത്തിൽ നിന്ന്, ഈ ഹദീസിൽ നിന്ന്, ഈ തഫ്സീറിൽ നിന്ന് എല്ലാം മനസ്സിലാകുന്നത്. അതുകൊണ്ട് അവിടെയും നിങ്ങൾക്ക് പ്രമാണങ്ങളുടെ പാരമ്പര്യമില്ല, അഹ്ലുസുന്നയുടെ പാരമ്പര്യമില്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യവുമില്ല. കേട്ടല്ലോ. അപ്പൊ ചില കട്ടുകേൾവിയൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ആളുകൾക്കൊക്കെ പിശാച് സഹായം ചെയ്തു കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പിന്നെ ഒരു പാരമ്പര്യമില്ല, പ്രമാണങ്ങളുടെ പാരമ്പര്യമില്ല, അഹ്ലുസുന്നന്റെ പാരമ്പര്യമില്ല, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യമില്ല. എന്നാൽ ഒന്ന് നോക്കുക മുസ്ലിയാരെ പാരമ്പര്യം. ആകാശത്തു നിന്ന് പിശാച്ചുക്കളുടെ കട്ട് കേൾക്കൽ എന്ന് കാണാം. അതിൽ നോക്ക്, അമാനി മൗലയുടെ പരിഭാഷയിൽ സൂറത്തു ഹിജ്റിന് ശേഷം ജിന്നുവർഗത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് വലക്കത് ജഅൽനാ ഫിസ്സമായി ബുറൂജൻ വസയ്യനാഹാ ലിന്നാളിരീൻ വഹഫിൾനാഹാ ലികുല്ലി ശൈത്താനിർ റജീം ഇല്ലാ മനിസ്തറക സമഅ ഫഅത്ബഅഹു ശിഹാബുൻ മുബീൻ. ആയത്ത്. ഇനി അടുത്തത് ഇന്നാ സയ്യന്ന സമാ ദുനിയ ബിസീനത്തിൽ കവാകിബ് വഹിഫുള മിൻ കുല്ലി ശൈത്താനിൻ മാരിദ് ലാ യസ്മഊന ഇലൽ മലയിൽ അലാ വയുഖദഫൂന മിൻ കുല്ലി ജാനിബ് ദുഹൂറൻ വലഹും അദാബുൻ വാസിബ് ഇല്ലാ മൻ ഖതിഫൽ ഖത്ഫത ഫഅത്ബഅഹു ശിഹാബുൻ സാഖിബ്. അടുത്ത ആയത്ത് وأنا لمسنا السماء فوجدناها مليئة حرسا شديدا وشهبا وأنا كنا نقعد منها مقاعد للسمع فمن يستمع الآن يجد له شهابا رصدا. അഥവാ സൂറത്തു ജിന്നിലെ 8-9, സൂറത്തു സ്വാഫാത്തിലെ 6 മുതൽ 10 വരെയുള്ള വചനങ്ങൾ, സൂറത്തു ഹിജ്റിലെ 16-17 വചനങ്ങൾ. ഈ ആയത്തുകൾ കൊടുത്തിട്ട് അമാനി മൗലവി വിശദീകരിക്കുകയാണ്. നക്ഷത്രങ്ങളെ അള്ളാഹു ആകാശത്തിന് അലങ്കാരമാക്കി വെച്ചിട്ടുള്ളതുപോലെ മുരുട്ടുശീലക്കാരായ പിശാചുക്കളിൽ നിന്ന് അതിനെ സുരക്ഷിതമാക്കാനും അവയെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് മലഉൽ അഅ്ലായിലേക്ക് കയറി ചെന്നും അവരിൽ നിന്ന് വല്ലതും കട്ടുകേൾക്കുവാൻ സാധ്യമല്ല. അവിടെ അള്ളാഹു ഒരു തരം പാറാവ് ഏർപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ നാനാ ഭാഗത്തു നിന്നും അവർ ആട്ടി ഓടിക്കപ്പെടും. വല്ല മുരട്ടുശീലക്കാരനും എന്തെങ്കിലും ഒരു വാർത്ത തട്ടിയെടുത്താൽ തന്നെ ശക്തിയേറിയ ഒരു തീജ്വാല അവൻ്റെ പിന്നാലെ ചെന്ന് അവനെ നാശം വരുത്തും. ഇനി കേട്ടോളിയെ, അടിവരയിടേണ്ട ഭാഗം. ആകാശത്തു നിന്ന് പിശാചുക്കൾ വാർത്തകൾ കട്ടുകേൾക്കുന്ന സമ്പ്രദായം മുമ്പ് ഉണ്ടായിരുന്നു. അതിനായി അവർ ആകാശത്തിൽ ചില പതിസ്ഥലങ്ങളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഖുർആന്റെ അവതരണം മുതൽ അതു നിശേഷം തടയപ്പെട്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ ഉണ്ടാവണേ? എന്നാൽ പിന്നെ തുടർന്ന് അദ്ദേഹം സൂറത്തു ഷ്വാറായിലെ ആയത്ത് വായിച്ചിട്ട് പറയുന്നുണ്ട്, കട്ടുകേൾവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മൂപ്പര് കട്ട് വായിച്ചു എന്ന്. അതായത് ഞാൻ കട്ട് വായിച്ചു കട്ടുകേൾവിനെ കുറിച്ച് പറഞ്ഞപ്പോഴേന്ന്. സൂറത്തു ഷ്വാറായിലും ഇതേ കാര്യം തന്നെയാണ് അമാനി മൗലവി സൂചിപ്പിച്ചിട്ടുള്ളത്. സമയം ദൈർഘ്യം കൊണ്ട് ഞാൻ ആ ക്ലിപ്പ് കേൾപ്പിക്കുന്നില്ല. സൂറത്തു ഷ്വാറായിൽ വളരെ കൃത്യമായി 221 മുതൽ 223 വരെയുള്ള ആയത്ത് വിശദീകരിക്കുന്നിടത്ത് നബി തിരുമേനിക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിൻ്റെ മുമ്പ് അവർ ആകാശം വരെ കയറിയിരുന്നുവെന്നും മലക്കുകളിൽ നിന്ന് ചില വാർത്തകൾ കട്ടുകേട്ടിരുന്നുവെന്നും നാം മുമ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള വാർത്തകൾ പിശാചുക്കൾ അത്തരക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയും അതിൽ കൂടി ധാരാളം വ്യാജങ്ങളും കൂട്ടിക്കലർത്തി അവർ ജനമധ്യെ പ്രചരിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് പറയാണ്, പിശാചിൻ്റെ വൈതാളികരായ ചില പ്രശ്നക്കാരിൽ നിന്നും ഗണിതക്കാരിൽ നിന്നും. എന്നിട്ട് ആ ഹദീസ് കൊടുത്തിട്ടുണ്ട്. ബുഖാരിയിലുള്ള
ആ ഹദീസ് കൊടുത്തിട്ടുണ്ട്. ലൈസു ബി ഷൈഇൻ എന്ന് പറയുന്ന ഹദീസ് കൊടുത്തു. എന്നിട്ട് ആ ഹദീസ് കൊടുത്തതിന് ശേഷം അടുത്ത പാരഗ്രാഫിൽ പിശാച്ചിൻ്റെ വൈതാളികരായ ചില പ്രശ്നക്കാരിൽ നിന്നും ഗണിതക്കാരിൽ നിന്നും അവർ പല പേരുകളിലും അറിയപ്പെടാറുണ്ടെങ്കിലും ശരി, കേൾക്കാറുള്ള ചുരുക്കം ചില വാർത്തകൾ ശരിയായി അനുഭവപ്പെട്ടു കാണുന്നതിനാൽ ഇന്നും എത്രയോ ആളുകൾ വഞ്ചിതരായിക്കൊണ്ടിരിക്കുന്നു. അത്തരക്കാരെ സമീപിക്കുന്ന പാമരന്മാർക്കോ പ്രസ്തുത വൈതാളികന്മാർക്കോ കണ്ടറിയുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും വാർത്തകൾ പിശാച്ച് കണ്ടറിയുകയും പല വ്യാജമന്ത്രങ്ങളുടെ കൂട്ടത്തിൽ ആ വാർത്തയും അവർക്ക് ദുർബോധനം ചെയ്യുകയും ചെയ്തേക്കുന്നതാണ്. അതുകൊണ്ടാണ് ഹദീസിൽ സൂചിപ്പിച്ച പ്രകാരം ഏതോ ചില കാര്യങ്ങൾ പ്രശ്നക്കാർ പറയുന്നത് ഒത്തുവരുന്നത്. ഈ വാസ്തവം അവർ മനസ്സിലാക്കുന്നില്ല. പിശാചുക്കളെയും അവർ മലക്കുകളിൽ നിന്ന് ചിലത് കട്ടുകേൾക്കുന്നതിനെയും കുറിച്ച് കൂടുതൽ വിവരം സൂറത്തു സ്വാഫാത്തിൽ കാണാം. ഇൻഷാ അല്ലാഹ് സൂറത്തു ഹിജ്റിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പ് നോക്കുക. സൂറത്തു ഹിജ്റിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തുകളൊക്കെ എടുത്തുദ്ധരിച്ചിട്ട് അത് നിശേഷം തടയപ്പെട്ടിരിക്കുന്നു എന്ന് അമാനി മൗലവി പറഞ്ഞിട്ടുള്ളത്. ഇനി അതേ രീതിയിൽ സൂറത്തു ഷുആറയിലെ 210, 211, 212 ആയത്തുകളെ വിശദീകരിക്കുന്നിടത്ത് അമാനി മൗലവി എടുത്തെഴുതുന്നത് നോക്കുക. ഇനിയൊരു മാർഗമുള്ളത് മലക്കുകളിൽ നിന്ന് കേൾക്കുകയും എന്നിട്ട് ഭൂമിയിൽ വന്ന് ഓതിക്കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാകുന്നു. ഇതിനും നിവൃത്തിയില്ല. കാരണം പിശാചുക്കൾ മുമ്പ് ആകാശം വരെ കയറിപ്പോകുകയും മലക്കുകളിൽ നിന്ന് ചില വാർത്തകൾ കേൾക്കുവാൻ അവർക്ക് സാധ്യമാകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ് വരുവാൻ ആരംഭിച്ചത് മുതൽ പിശാചുക്കളുടെ ആകാശത്തേക്കുള്ള കയറ്റവും മലക്കുകളിൽ നിന്ന് കേൾക്കുവാനുള്ള സാധ്യതയും തീരെ തടസ്സം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് വസ്തുത. ഒന്നും കട്ട് വായിക്കേണ്ട ആവശ്യമില്ല. വളരെ കൃത്യമാണ്. കട്ടുകേൾവി എന്ത് ചെയ്യൂല, ഇല്ല എന്നതാണ്. സമയം വളരെ പരിമിതമായതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഈ ഖബർ ശിക്ഷ, സിറാത്ത്, മസീഹുദ് ദജ്ജാൽ ഇതൊന്നും നമ്മൾ ആരും നിഷേധിക്കുന്നതല്ല. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നതാ. റുഖിയ്യ പ്രാർത്ഥനകളാണ്. റുഖിയ്യ എന്ന് പറഞ്ഞാൽ പടച്ചവൻ പഠിപ്പിച്ച പ്രാർത്ഥനകൾ. അതേ രീതിയിൽ കണ്ണേറുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അവർ പറയാറുള്ളത് സൂറത്തു ഖലമിലെ 51-ാം വചനത്തിൽ അത് കണ്ണേറാണ് എന്ന് അമാനി മൗലവി പറഞ്ഞിട്ടില്ല. പറയാൻ തെളിയിക്കാൻ പറ്റൂല. പറ്റുമെങ്കിൽ നിങ്ങൾ വായിച്ചു തെളിയിക്കണം. സൂറത്തു ഖലമിലെ 51-ാമത്തെ ആയത്തിൽ കണ്ണേറ് സ്ഥാപിച്ചിട്ടുണ്ട് അമാനി മൗലവി എങ്കിൽ നിങ്ങൾ അത് സ്ഥാപിക്കണം. കണ്ണേറ് അതിൽ സ്ഥാപിച്ചിട്ടില്ല. അതുപോലെ തന്നെ സൂറത്തു യൂസുഫിൽ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ കുട്ടികളെ പറഞ്ഞയച്ചപ്പോൾ നിങ്ങൾ ഒരു വാതിൽക്കലൂടെ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞിടത്തും കണ്ണേറ് ഭയപ്പെട്ടിട്ടാണ് എന്ന് അമാനി മൗലവി പറഞ്ഞിട്ടില്ല. ബാഹ്യമായ മുൻകരുതൽ കൊണ്ടൊന്നും അള്ളാഹു നിശ്ചയിച്ച കാര്യങ്ങൾ അവൻ ഉദ്ദേശിച്ചതുപോലെ നടക്കാതിരിക്കുകയില്ലെന്നും എല്ലാറ്റിനും ഉപരിയായി അവൻ്റെ മേൽ തവക്കുൽ ഭരമേൽപ്പിക്കൽ ചെയ്യുകയാണ് ആവശ്യമെന്നും ചൂണ്ടിക്കാട്ടുകയാണ് ആ വാക്യങ്ങൾ ചെയ്യുന്നത്. ഈ യാഥാർത്ഥ്യം യാക്കൂബ് നബി തൻ്റെ ഉപദേശത്തോടൊപ്പം തന്നെ മക്കളെ പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. താനും വമാ ഒനിയൻക്കും അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന യാതൊന്നും ഞാൻ നിങ്ങളിൽ നിന്ന് തടയുന്നതല്ല എന്ന് തുടങ്ങി 67-ാം വചനത്തിൽ അവസാനം വരെയുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നോക്കുക. ഒരേ വാതിൽക്കൽ കൂടി പ്രവേശിക്കരുതെന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളെ ഉപദേശിച്ചതിൻ്റെ ആവശ്യമെന്തായിരുന്നു? ഇത് സംബന്ധിച്ച് ഒന്നിലധികം അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. ഒന്ന്, യാക്കൂബ് നബി അലൈഹിസ്സലാം മനസ്സിലുള്ള എന്തോ ഒരാവശ്യം നിർവഹിച്ചുവെന്നേയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ആവശ്യത്തെ അള്ളാഹു അവ്യക്തമാക്കി വെച്ചിരിക്കുന്ന സ്ഥിതിക്ക് ആ ആവശ്യം എന്തായിരുന്നുവെന്ന് നാം ചുഴിഞ്ഞ് നോക്കേണ്ടതില്ല. ഖുർആനിൽ നിന്നോ നബിവാക്യങ്ങളിൽ നിന്നോ അതിനെ നിർണയിക്കുന്നതിന് മതിയായ തെളിവുകളും നമുക്കില്ല. ഈ അഭിപ്രായം കൂടുതൽ സുരക്ഷിതമായെന്നുള്ളതിൽ സംശയമില്ല. ഇതാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള അഭിപ്രായം, ഒന്നാമത്തെ അഭിപ്രായം. 2, സൗന്ദര്യവും പ്രഭാവവും മുറ്റുനിൽക്കുന്ന ഒരു സംഘം ആളുകൾ, അതും ഒരേ പിതാവിൻ്റെ മക്കൾ ഒരേ വഴിക്ക് പ്രവേശിക്കുമ്പോൾ അത് കണ്ണേറ് കരിങ്കണ്ണ് ബാധിക്കുവാൻ കാരണമായേക്കും. അതിൽ നിന്ന് ഒഴിവാക്കുവാൻ വേണ്ടിയായിരുന്നു അത്. ഇബ്നു അബ്ബാസ്, മുഹമ്മദ് ബിൻ കഅബ്, മുജാഹിദ്, ലഹാഖ്, ഖതാദ, സുദ്ദി മുതലായവരിൽ നിന്ന് ഇത് നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഖുർആൻ വ്യാഖ്യാതാക്കൾ
പൊതുവിൽ സ്വീകരിച്ച് കാണുന്നത് ഇതാകുന്നു. കണ്ണേറിനെ ഭയന്നാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം അങ്ങനെ പറഞ്ഞതെന്നതിനുള്ള തെളിവ് കാണുന്നില്ലെങ്കിലും, അപ്പൊ എന്താ, കണ്ണേറിനെ ഭയപ്പെട്ടിട്ടാണ് യാക്കൂബ് നബി അങ്ങനെ പറഞ്ഞത് എന്നതിനുള്ള തെളിവ് കാണുന്നില്ലെങ്കിലും പിന്നെ അമനി കണ്ണേറ് സ്ഥാപിക്കുന്ന ബലപ്പെട്ട ഹദീസുകൾ കാണാവുന്നതാണ്. ഏതാണ് ഹദീസ്? അൽ ഐനു ഹക്കുൻ. അൽ ഐനു ഹക്കുൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ നോട്ടം അല്ലെ? അൽ ഐന്, ഐന് എന്ന് പറഞ്ഞാൽ കണ്ണ്, നോട്ടം. അൽ ഐന് അലിഫ്ലാമ് ചേർത്തിയാൽ ആ നോട്ടം, ഐ കണ്ണ്, ദ ഐ ആ കണ്ണ്. ഏതാ കണ്ണ്? അത് പറഞ്ഞ പ്രവാചകനാണ് വിശദീകരിക്കേണ്ടത്. ആ പ്രവാചകൻ അത് വിശദീകരിച്ചിട്ടുണ്ട്. മിൻ ഐനി ഹാസിദിൻ വമിൻ നഫ്സി ഹാസിദിൻ. ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന് വേണ്ടി വന്നു പ്രാർത്ഥിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പേരക്കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചപ്പോൾ പ്രവാചകൻ വളരെ കൃത്യമാക്കി ഏതാണ് അൽ ഐനി എന്നുള്ളത്. അസൂയാലുവിൻ്റെ നോട്ടം. അതെന്താ അസൂയാലുവിൻ്റെ നോട്ടം? എന്തിനാ അസൂയ എന്ന് പറയാം? ഫൈസൽ മുസ്ലിയാരെ, ഞങ്ങളുടെ നന്മകൾ നീങ്ങിപ്പോകണമെന്ന നിങ്ങളുടെ ചിന്ത, ആ ചിന്തക്കാണ് എന്ത് പറയാ? അസൂയ എന്ന് പറയാ. നിങ്ങൾ ഞങ്ങളെ നോക്കിക്കൊണ്ട് എന്തെങ്കിലും പറ്റുമോ? ഒരു യുക്കും പറ്റൂല. മനസ്സിലായില്ലേ? നിങ്ങൾ കുറെ കളവ്, കുറെ ദുരാരോപണങ്ങൾ ആരോപിച്ചു അല്ലേ? അതുകൊണ്ടൊന്നും കാര്യമായിട്ടൊന്നും പറ്റുകയില്ല. ആ അസൂയ ഉണ്ടല്ലോ, അസൂയയോടുകൂടി ആ നോട്ടം, ആ നോട്ടട്ട ചിലപ്പോൾ ആ അസൂയാലു പ്ലാൻ ചെയ്യും. അയാൾ ചിലപ്പോൾ കൊല്ലാൻ വരെ മടിക്കൂല. ലോകത്തിലെ ഒന്നാമത്തെ കൊലപാതകം അസൂയയുടെ കാര്യത്തിൽ, അസൂയ കൊണ്ടാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പഠിപ്പിച്ചത് മിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയാലു അസൂയ വെക്കുമ്പം പടച്ചോനെ അവൻ്റെ ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അതാണ് മിൻ ഐനി ഹാസിദിൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അതാണ്. അതിനപ്പുറം നിങ്ങൾ കൊണ്ടെടുക്കുന്ന ചികിത്സക്കുണ്ടല്ലോ, അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ കൊണ്ടെടുക്കുന്ന ചികിത്സ പ്രവാചകൻ അരയുടുപ്പിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നിങ്ങൾ നന്നാക്കി പറയാണല്ലോ, ഞങ്ങൾ കുറച്ചും കൂടി ഉഷാറാക്കി വ്യക്താക്കി പറയും. അതൊക്കെ കഴുകിയിട്ട് ഒരു മനുഷ്യനെ അവൻ്റെ തലയിൽ ഒഴിക്കണം എന്നൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയില്ല. അത് പ്രവാചകനെ നിങ്ങൾ ഇകഴ്ത്തുകയാണ്. അത്തരത്തിലുള്ള ചികിത്സയും ട്രീറ്റ്മെൻറ്റും ഒക്കെ പറയുന്നതിലൂടെ അല്ലെങ്കിൽ അതൊക്കെ പ്രചരിപ്പിക്കുന്നതിലൂടെ ചെയ്യുന്നത്. എന്ത് തലകുത്തി പറഞ്ഞാലും ആ ട്രീറ്റ്മെൻ്റ് ഒന്നും അംഗീകരിക്കാൻ KNM മർക്കസുദ്ദഅ്വ എന്തല്ല, തയ്യാറല്ല എന്ന് കൃത്യമായി പറയുകയാണ്. എന്നാൽ അൽ ഐനു ഹക്കും എന്നുള്ളത് പ്രവാചകൻ വിശദീകരിച്ചിട്ടുണ്ട്. മിൻ ഐനി ഹാസിദിൻ വമിൻ നഫ്സി ഹാസിദിൻ എന്നത്. അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇനി ആ രീതിയിൽ വേറെയും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. പിന്നെ സിഹ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പിന്നെ ഉമർ മൗലവിയുടെ തർജുമാനുൽ ഖുർആൻ അതൊന്ന് വായിച്ചിരുന്നു. അപ്പോൾ അതിൽ ഉമർ മൗലവി സിഹ്റിനെ അംഗീകരിച്ചു എന്നാണ് ഇവർ പറഞ്ഞത്. ഉമർ മൗലവി സിഹ്റിനെ അംഗീകരിച്ചിട്ടില്ല. ഞാൻ വായിച്ചരാ. സിഹർ ബാധിച്ച ഒരു മനുഷ്യൻ ബുദ്ധിശൂന്യനായി എന്തൊക്കെയെ പറയുന്നത് അന്ധമായി സ്വീകരിച്ചവരാണ് നബിയുടെ അനുയായികളെന്ന് അക്രമികൾ ജൽപ്പിച്ചു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്നുള്ളത് പച്ച പരമാർത്ഥമാണ് എന്ന്. അപ്പോൾ നബിക്ക് സിഹർ ബാധിച്ചിട്ടില്ല എന്നുള്ളത് പച്ച പരമാർത്ഥാണെന്ന്. നിങ്ങളെന്താ പറഞ്ഞത്? നബിക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത്. ഉമർ മൗലവി സൂറത്തു ഇസ്രായിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്നുള്ളത് പച്ച പരമാർത്ഥമാണ്. ഇനി മാത്രമല്ല, ഹദീസിനെ കുറിച്ച് ഉമർ മൗലവി പറഞ്ഞ തരങ്ങൾ അങ്ങനെ ഹദീസിലില്ല. ഒരു ദുഷ്ടനായ യഹൂദി സിഹർ ചെയ്തു എന്നും അള്ളാഹു അത് നിഷ്ഫലമാക്കുകയും ചെയ്തു എന്നുമാണ് ഹദീസിലുള്ളത്. അപ്പം ഹദീസിലുള്ളത് എന്താ? നിങ്ങൾ പറഞ്ഞ മാതിരിയല്ല. ഉമർ മൗലവി എന്താ പറഞ്ഞത്? ഒരു ജൂതൻ വന്ന് സിഹർ ചെയ്തു, അള്ളാഹ് അത് നിഷ്ഫലാക്കി. നബിക്ക് എന്ത് ചെയ്തിട്ടില്ല? ഫലിച്ചിട്ടില്ല. നിങ്ങളെന്താ പറഞ്ഞത്? നബിൻ്റെ ബുദ്ധിക്ക് പോലും തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ഉസ്താദ് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ പറയട്ടെ. ലബീദ് ഇബ്നു ആസിം എന്ന ഒരു ജൂതൻ സിഹർ ചെയ്തിരുന്നുവെന്നും എന്നിട്ട് നബിക്ക് ഭാര്യമാരുടെ അടുത്ത് ചെന്നോ പോയില്ലേ, അത് വേറെയുള്ള കാര്യത്തിലൊന്നും നബിക്ക് സംശയം ഉണ്ടായില്ല. ഹദീസുകളിൽ കാണാം. ഇന്നിപ്പോൾ ആ ഭാര്യൻ്റെ അടുത്ത് ചെന്നോ പോയില്ലേ, ആകെ കൂടി ഒരു കൺഫ്യൂഷൻ. അത് മാത്രമാണ് സംശയം ഉണ്ടായത്. ഭൗതികമായ ദീനിൻ്റെ കാര്യത്തിലല്ല സംശയം ഉണ്ടായത്, ഭൗതികമായ കാര്യത്തിൽ ഒരു ചെറിയ പ്രയാസം ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ഇങ്ങനെ എനിക്ക് ഞാൻ ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം പോലെ കണ്ടു. നബിമാരുടെ സ്വപ്നം സത്യമാണ്, അള്ളാഹു അറിയിച്ചു കൊടുത്തതാണ്. അങ്ങനെ ആ സ്വപ്നം പോലെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ദർവാൻ കിണറ്റിൽ പോയി നോക്കി എന്ന് പറഞ്ഞു. അവർ പോയി നോക്കിയപ്പോൾ എന്തോ ചില
അധികമായ വസ്തുക്കൾ, അതിൽ കാണാൻ പാടില്ലാത്ത വസ്തുക്കൾ കണ്ടു, അതിനെ പുറത്തെടുത്തു. എന്ത് ചെയ്യണമെന്ന് സാഹിബിമാർ ചോദിച്ചപ്പോൾ അത് കുഴിച്ചിട്ടാൽ കുഴപ്പമൊന്നുമില്ല, എനിക്കെല്ലാം സുഖമായിട്ടുണ്ട്. അവർ കുറഞ്ഞ നേരത്തേക്ക് ചെറിയൊരു മാനസിക വിഭ്രാന്തി ഉണ്ടായി. ഭാര്യൻ്റെ അടുത്തേക്ക് പോയോ ഇല്ലേ, ആ ഒരു വിഭ്രാന്തി ഉണ്ടായി, മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ മാനസിക വിഭ്രാന്തി ഉണ്ടായി. ഇതാണ് നിങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. ചെറിയൊരു മാനസിക വിഭ്രാന്തി, ഒരു സൈക്കോ പ്രോബ്ലം. പ്രവാചകന് സൂറത്തു ഖലമിലെ ആയത്താണ് എൻ്റെ ഓർമ്മ, 2-ാമത്തെ വചനം. പ്രവാചകന് ജിന്നു ബാധിച്ച് പ്രവാചകന് ഭ്രാന്തായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂലിനെ സമാധാനിപ്പിച്ചു. അള്ളാന്റെ അനുഗ്രഹം കൊണ്ട്, നിഅ്മത്ത് കൊണ്ട് പ്രവാചകരെ താങ്കൾ ഭ്രാന്തനല്ലട്ടോന്ന്. ഒരു ലേശല്ല, ചെറുതും ഉണ്ടായിട്ടില്ല. അതന്നെയാണ് ഉമർ മൗലവി എഴുതിയിട്ടുള്ളത്. ഞങ്ങളെ ഭാഗത്താണ് ഉമർ മൗലവി. ഇനി നോക്ക്, 48-ാമത്തെ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഉമർ മൗലവി പറഞ്ഞത് കേട്ടോളൂ. അവർ നബിയെ സംബന്ധിച്ച് പല മോശമായ ഉപമകളും പറഞ്ഞു നോക്കി. കവി, ഭ്രാന്തൻ, ഗണിതക്കാരൻ, സിഹിർ ബാധിച്ചവൻ എന്നൊക്കെ പറഞ്ഞു. ചെറുപ്പം മുതൽ അവർ നന്നായി അടുത്തറിയുന്ന ആ വ്യക്തിത്വത്തിൻ്റെ ശോഭയില്ലാതാക്കാൻ അവർക്കായില്ല. സത്യത്തിൻ്റെ വഴിയിൽ നിന്ന് വളരെ ദൂരം അവരകന്നുപോയി. വായിൽ തോന്നിയതൊക്കെ പറഞ്ഞു എന്നല്ലാതെ അതൊന്നും തെളിയിക്കാൻ അവർക്ക് സാധ്യമാവുകയില്ല. കേട്ടോ, നബിക്ക് സിഹിർ ബാധിച്ചു എന്ന് പറയുന്നവൻ വായയിൽ തോന്നിയതൊക്കെ പറയാന്നല്ലാതെ അത് തെളിയിക്കാൻ അവർക്ക് സാധ്യമാകുകയില്ല. സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് മടങ്ങി പോകാനും അവർക്ക് സാധ്യമാവുകയില്ല. നബിക്കു മാരണം ബാധിച്ചു എന്ന് വിശ്വസിച്ച് ആ ആരോപണം ഉന്നയിച്ച് നടക്കണോടത്തോളം കാലം നന്നാകാൻ കഴിയൂല ഫൈസൽ മുസ്ലിയാരെ എന്നാണ് ഖുർആന്റെ ആയത്ത്. ഉൻളുർ കൈഫ ളറബൂ ലക്കൽ അംസാൽ ഫളല്ലു ഫലാ യസ്തതിഊന സബീല. അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം, മനസ്സിലാക്കണം. ഇനി വലിയൊരു ചോദ്യം ഉണ്ടാവാറുണ്ട്, എന്താ അറിയോ? സൂറത്തു ഫുർഖാനിൽ പ്രവാചകനെ കുറിച്ച് മാലി ഹാദർ റസൂൽ എന്ന് ചോദിച്ചിട്ടില്ലേ? യഅ്കുലു തഅം വ യംശി ഫിൽ അസ്വാഖ് എന്ന് ചോദിച്ചിട്ടില്ലേ? അപ്പം മുശ്രിക്കുകൾ എന്താ പറഞ്ഞത്? ഖുർആനിൽ എന്താ യഥാർത്ഥത്തിൽ പറഞ്ഞത്? മാലി ഹാദർ റസൂൽ യഅ്കുലു തഅം, ഭക്ഷണം തിന്നുന്ന പ്രവാചകൻ അല്ലേ? അപ്പം മുശ്രിക്കുകളുടെ വാദം എന്താ? പ്രവാചകൻ ഭക്ഷണം കഴിക്കാൻ പാടില്ല അല്ലേ? അതുപോലെ തന്നെ യംശി ഫിൽ അസ്വാഖ്, അങ്ങാടിയിൽ കൂടി നടക്കുന്ന പ്രവാചകൻ. അപ്പം മുശ്രിക്കുകളുടെ വാദം എന്താ? പ്രവാചകൻ അങ്ങാടിയിൽ കൂടി നടക്കാൻ പാടില്ല. പിന്നെ അദ്ദേഹത്തോടൊപ്പം എന്തുകൊണ്ട് മലക്കിനെ ഇറക്കിയില്ല? അപ്പം മലക്കൊന്നുമില്ലാതെയാണ് പ്രവാചകൻ വരുന്നത്. അപ്പം പ്രവാചകനാണെങ്കിൽ കൂടെ എന്തു വേണം? ഒരു മലക്ക് വേണം. ഇതാണ് മുശ്രിക്കുകളുടെ വാദം ആയത്തനുസരിച്ച്. എന്നാ ഈ സാധുക്കൾ പറയാൻ എന്താ അറിയോ? ഈ സാധുക്കൾ പറയാം, അപ്പം നബി ഭക്ഷണം കഴിക്കുന്ന പ്രവാചകൻ എന്ന് പറഞ്ഞില്ലേ മുശ്രിക്കുകൾ, ഇങ്ങോട്ട് നബി ഭക്ഷണം കഴിച്ചിട്ടില്ലേ? അപ്പം മുശ്രിക്കുകൾ നബിക്ക് മാരണം ബാധിച്ചു എന്ന് പറഞ്ഞാൽ നബിക്ക് മാരണം ബാധിക്കൂല എന്നത് ആരോപണമാണ്. നബിക്ക് മാരണം ബാധിക്കാൻ പാടില്ല എന്ന് പറയുമ്പം അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി വിഡ്ഢിത്തരം പറയുന്ന ആൾക്കാർ. അപ്പം അവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മുശ്രിക്കുകളുടെ വാദം മാത്രമല്ല. സൂറത്തു ഫുർഖാനിലെ 20-ാമത്തെ വചനത്തിൽ വളരെ കൃത്യമായി അല്ല പറഞ്ഞു, വമാ അർസൽനാ ഖബ്ലക മിനൽ മുർസലീൻ ഇല്ലാ അന്നഹും ലയഅ്കുലൂന തഅമ വയംശൂന ഫിൽ അസ്വാഖ്. നിനക്ക് മുമ്പ് വേറെ ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല, അവർ ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു. ലയഅ്കുലൂന തഅം വയംശൂന ഫിൽ അസ്വാഖ്, അവർ അങ്ങാടിയിൽ കൂടി നടക്കുന്നവരുമായിരുന്നു. അപ്പം ശത്രുക്കൾ മുശ്രിക്കുകൾ ആരോപിച്ചത് പ്രവാചകനാണെങ്കിൽ ഒരു പച്ച ഷാളൊക്കെ പൊതിച്ച് ഇങ്ങനെ ഒരു മുറയിൽ ഇങ്ങനെ ഇരിക്കുക, ആൾക്കാരൊക്കെ അങ്ങോട്ട് വരിക, അങ്ങാടിയിലൊന്നും ഇറങ്ങാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നതാണ് വസ്തുത. അപ്പം ഈ രീതിയിൽ നേരത്തെ ഫൈസൽ മുസ്ലിയാർ വളരെ കൃത്യമായി പറഞ്ഞു, ജിന്നുബാധയോ അതുപോലെ തന്നെ സിഹിർ ബാധയോ ഒന്നും ഉറപ്പിച്ച് പറയാൻ ഒരു മാർഗവുമില്ല. അങ്ങനെയുള്ള അന്ധവിശ്വാസമാണത്. അതുകൊണ്ട് തന്നെ ആ ഉറപ്പിച്ച് പറയാൻ മാർഗമില്ലാത്ത കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ പ്രചരിപ്പിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ നിങ്ങൾ ഇകഴ്ത്തരുത്, നിങ്ങൾ അനുയായികളെ വഴിപിഴപ്പിക്കരുത് എന്നാണ് ഫൈസൽ മുസ്ലിയാരോട് അപേക്ഷിക്കാനുള്ളത്. സമയത്തിൻ്റെ ദൗർബല്യ നിമിത്തം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് മൻസൂർ അലി സംസാരിക്കാനുണ്ട്, അതുപോലെ തന്നെ അബ്ദുൽ ലത്തീഫ് കരിമ്പുലാക്കൽ സംസാരിക്കാനുണ്ട്, സഹൽ ഇവരൊക്കെ സംസാരിക്കാനുണ്ട്. അവരുടെ സംസാരങ്ങളിലൊക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ വരും. യൂസുഫ് അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന നമ്മൾ ഓർക്കുക. അധികാരം നൽകി
സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം നൽകി. നീയാണ് ഇതൊക്കെ എനിക്ക് ചെയ്തു തന്നത്, ഇഹത്തിലും പരത്തിലും നീയാണ് എൻ്റെ വലിയ. അന്ത വലിയ ഫിദ്ദുന്യ. ഒരു ജിന്നും അല്ല, ഒരു ശൈത്താനും അല്ല, ഔലിയാക്കളല്ല, അമ്പിയാക്കളല്ല, ബാവമാരല്ല, ബീവിമാരല്ല. അല്ലാഹുവേ അന്ത വലിയ ഫിദ്ദുന്യ വൽ ആഖിറ. അതുകൊണ്ട് തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ എന്ന ആ പ്രാർത്ഥന, അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക. അല്ലാഹുവേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥാ. തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം.